ഇന്നലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന T20 ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ സർപ്രൈസുകൾ ഏറെ ഉണ്ടായിരുന്നു. രോഹിത്തിന് പകരം ഗിൽ ക്യാപ്റ്റനാകുന്നു. ജഡേജ ഏകദിന ടീമിലില്ല. ധ്രുവ് ജുറേൽ മടങ്ങി വരുന്നു എന്നിങ്ങനെ നിരവധി ഞെട്ടിക്കലുകൾ. പക്ഷെ അതിനേക്കാളെല്ലാം കൗതുകമുണർത്തിയ ഒരാളുണ്ട്. യെസ്, ഹർഷിത് റാണ. 3 ഫോർമാറ്റുകളിലും ടീമിൽ ഇടം പിടിച്ചതാണ് എല്ലാവരെയും ഞെട്ടിച്ചത്. ശുഭ്മാൻ ഗിൽ കഴിഞ്ഞാൽ 3 ഫോർമാറ്റിലും ഇടം പിടിച്ച ഒരേ ഒരു താരം. ഇങ്ങനെ ഒരു വിശ്വസ്ത പ്ലെയറായി മാറാൻ മാത്രം ഇയാൾ എന്താണ് ചെയ്തത് എന്നതാണ് ഒരേ സ്വരത്തിൽ ഉയർന്ന ചോദ്യം. 23-കാരനായ ഹർഷിത് റാണ ന്യൂഡൽഹിയിലാണ് ജനിക്കുന്നത്. 158 സെന്റിമീറ്റർ ഉയരക്കാരനായ റാണയെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സ്കൗട്ടിംഗ് സംഘമാണ് കണ്ടെത്തുന്നത്. ദുലീപ് ട്രോഫിയിൽ പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും പ്രകടനം നടത്തിയതോടെ 2024 IPL കൊൽക്കത്ത ടീമിൽ സ്ഥിരമായി. കൊൽക്കത്ത കപ്പടിച്ച സീസണിൽ വിക്കറ്റുകൾ എറിഞ്ഞിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു. കൊൽക്കത്ത മെൻഡറായിരുന്ന ഗംഭീർ കോച്ചായതോടെ ആദ്യം പ്രഖ്യാപിച്ച ടീമിൽ തന്നെ ഇടവും പിടിച്ചു. 2 ടെസ്റ്റ്, 2 ഏകദിനം, 3 T20 എന്നിവയാണ് ഹർഷിത് റാണ കളിച്ചത്. പക്ഷേ ടെസ്റ്റിൽ 50 എന്ന മോശം ആവറേജിൽ 4 വിക്കറ്റും T20യിൽ 10ലേറെ ഇക്കോണമിയിൽ 5 വിക്കറ്റും മാത്രമാണ് റാണയുടെ സമ്പാദ്യം. 20 ആവറേജിൽ 10 വിക്കറ്റുള്ള ഏകദിനത്തിലാണ് മെച്ചപ്പെട്ട പെർഫോമൻസ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് ആരാധകർ ചോദ്യം ഉന്നയിക്കുന്നതും. കൂടാതെ മറ്റൊരു സംഭവം കൂടി ആരാധകർ ഉയർത്തി കാണിക്കുന്നുണ്ട്. 2024 ഇന്ത്യ-ബംഗ്ലാദേശ് പരമ്പരയിലെ അവസാന T20യിൽ റാണ ഇന്ത്യക്കായി അരങ്ങേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻ ആണെന്ന് കാണിച്ച് റാണയെ അവസാന മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തി. IPL മെഗാലയം നടക്കുന്നതിനാൽ അൺക്യാപ്ഡ് താരമായി കൊൽക്കത്തയ്ക്ക് റാണയെ നിലനിർത്താൻ വേണ്ടിയാണ് റാണയെ കളിപ്പിക്കാതിരുന്നത് എന്നതായിരുന്നു അന്നുയർന്ന വിമർശനം. റാണയെ അൺക്യാപ്ഡ് പ്ലെയർ കോട്ടയിൽ 4 കോടിക്ക് കൊൽക്കത്ത നിലനിർത്തുകയും ചെയ്തു. എന്നാൽ ഗംഭീർ ഈ ആരോപണം നിഷേധിച്ചിരുന്നു. പിന്നീട് 2024 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് റാണ അരങ്ങേറ്റം നടത്തുന്നത്. മുഹമ്മദ് ഷമി അടക്കം ആരാധകർ പ്രതീക്ഷിച്ച് പല താരങ്ങളും പുറത്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത താരം ഇന്ത്യക്കായി 3 ഫോർമാറ്റിലും ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുന്നത് എന്നതാണ് ആരാധകർ ഉയർത്തുന്ന ചോദ്യം. ഏഷ്യ കപ്പിൽ 2 മത്സരങ്ങൾ കളിച്ച റാണ 2 വിക്കറ്റിന് 79 റൺസ് വഴങ്ങിയ പ്രകടനം ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. IPL-ൽ പർപ്പിൾ ക്യാപ്പ് നേടിയ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് മേൽ അവസരം നൽകിയതിനെ മുൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്ര വിമർശിച്ചിരുന്നു. ഗംഭീറിന്റെ ഫേവറിറ്റിസമായി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൽ റാണയ്ക്ക് ഒരു സ്ഥിരം കോട്ടയുണ്ടെന്നും ശുഭ്മാൻ ഗില്ലിനെ പോലും മറികടന്ന് ക്യാപ്റ്റൻ വരെ ആകും എന്നിങ്ങനെ പോകുന്നു ട്രോളുകൾ. ഇതോടെ GG കോട്ട എന്നൊരു പുതിയ വാക്കും ക്രിക്കറ്റ് ട്രോൾ ഡിക്ഷണറി ആരാധകർ ഉയർത്തുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പലപ്പോഴും സ്വജനപക്ഷപാതം വിമർശന വിധേയമാവാറുണ്ട്. ഏഷ്യ കപ്പിൽ പ്രൂവ്ഡ് പ്ലെയറായ യശസ്വി ജയ്സ്വാളിനെ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതും സഞ്ജു സാംസണിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതും എല്ലാം വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഒരു മൾട്ടി ഫോർമാറ്റ് ബൗളറായി ഹർഷിത് റാണയ്ക്ക് വളർന്നു വരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആഭ്യന്തര തലത്തിൽ ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നതും റാണയുടെ പോസിറ്റീവ് സൈഡാണ്. പരിഹാസങ്ങളെ മറികടന്ന് റാണയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ? കാത്തിരിക്കാം.